കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലണ്ടൻ ചുട്ടു പൊള്ളുമായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു മഴ പെയ്തു. എന്തൊരാശ്വാസമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു അവധിയും കിട്ടി. അപ്പോൾ 2 ഓപ്ഷനാണ്. ഒന്ന് പുതച്ച് മൂടി കിടന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോകാം. എന്തായാലും കുറച്ച് ഗ്രോസറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പുറത്ത് പോയേക്കാതെ ഞാനും കരുതി. അപ്പോൾ പോകാൻ വലിയ തത്തലും പിടിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ നാളായിട്ട് റിച്ച്മണ്ട് പാർക്കിൽ പോകണമെന്ന് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. വീടിനടുത്താണ്, വലിയ ദൂരമൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടോ പോയില്ല. അപ്പോൾ എന്തായാലും പോയേക്കാന്ന് കരുതി അങ്ങ് റെഡിയായി. ഞാനെല്ലാം വിശദമായിട്ട് പാക്ക് ചെയ്ത് അത്യാവശ്യം വെള്ളവും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനും ഒരുങ്ങി അങ്ങ് ഇറങ്ങി. കുറച്ച് വീഡിയോസൊക്കെ എടുത്തെടുത്ത് നടന്നു. ബസ്സിലാണ് പോയത്. ബസ്സിൽ പോയപ്പോൾ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, എൻ്റെ വീടിൻ്റെ ചുറ്റിനും ഭയങ്കര ഭംഗിയുള്ള കുറേ നല്ല സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലമൊക്കെ ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. എന്നിട്ട് പോലും ഞാൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെ വരാനോ എനിക്ക് അറിയില്ല ഇതൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത്. അത് മാത്രമല്ല, ഇങ്ങനെ പ്ലേസ് ടു വിസിറ്റ് ഇൻ ലണ്ടൻ എന്നൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ കാണിക്കുന്ന കുറേ പാർക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ വീടിൻ്റെ ചുറ്റുവട്ടത്താണെന്ന് അറിയുമ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ ഇത്ര അടുത്തായിരുന്നു എന്നുള്ളതാണ്. ഇനി പയ്യെ ഇവിടേക്ക് ഒന്ന് വരണം. ഇത് എത്ര ഭംഗിയായിട്ടൊക്കെ കാണാൻ വേണ്ടി. ഇവിടെ ഇരിക്കാനൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്. നല്ല ലൈവാണ്, ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ രസമുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇന്ന് ഞാൻ പോയ റിച്ച്മണ്ട് പാർക്കും എനിക്ക് ഒരൊറ്റ ബസ് കയറി കഴിഞ്ഞാൽ പാർക്കിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തും. കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 35-40 മിനിറ്റ്സിനകത്ത് നമ്മളെത്തി. അങ്ങനെ പാർക്കിൽ ചെന്നപ്പോൾ ആദ്യത്തെ കണി ഇതായിരുന്നു കേട്ടോ. നാട്ടിൽ തിരുവനന്തപുരം സൂവിലൊക്കെ ഒത്തിരി തവണ മാനിനെ കണ്ടിട്ടുണ്ടെങ്കിലും UK വന്ന് മാനിനെ കാണുമ്പോൾ ഒരു കൗതുകമൊക്കെ ഉണ്ട്. എനിക്ക് ഇച്ചിരി അനിമൽസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനതൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് അവരുടെ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഈ സ്ഥലം ഭയങ്കര രസമാണ് കേട്ടോ. ഒത്തിരി നടക്കാനുണ്ട്. നമുക്ക് നല്ല എനർജി വേണം. നല്ല ഇളം കാറ്റടിക്കുന്നുണ്ടെങ്കിലും വെയിൽ വന്നപ്പോൾ നല്ല ചൂടുള്ള വെയിൽ തന്നെയാണ്. മഴ അങ്ങോട്ട് മാറിയല്ലോ, അപ്പം നല്ല ചൂടുണ്ട്. അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ ഫോണൊക്കെ വെച്ചൊരു വിധത്തിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പോരാതെ ഒന്ന് ചെവി ഓർത്ത് കഴിഞ്ഞാൽ നിറയെ കിളികളുടെ ശബ്ദവും കേൾക്കാം. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പിച്ചുമ്പയൊക്കെ പറഞ്ഞ് നടന്നു. കിളികളുടെ ശബ്ദമൊക്കെ എൻജോയ് ചെയ്തു. ഒരു റിലാക്സിങ് മൂഡ് തന്നെയാണ്. നല്ല ഇഷ്ടപ്പെട്ടു. വെയിൽ ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് എൻജോയ് ചെയ്ത് നടക്കാം. കുറച്ച് സ്റ്റെപ്പ് കയറി വരുമ്പോൾ അവിടെ ചെറിയൊരു ഗാർഡൻ ഉണ്ട്. അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. എന്തൊക്കെയോ ഉണ്ട്. ബോയ്സ് കോർണർ, കുറച്ചൊരു ഡയറക്ഷൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കിങ് ഹെൻറി മോൺ ബോയ്സ് കോർണർ. എന്തോ മ്യൂസിക് ഒക്കെ കേൾക്കാം. that's really nice. കൊള്ളാം. ഇവിടെ എന്തോ വീഡിയോ. ഞാൻ ഈ പാർക്കിനെ, റിച്ച്മണ്ട് പാർക്കിനെ കുറിച്ച് ചുമ്മാ യൂട്യൂബ് ചെയ്തപ്പോൾ ആദ്യം കണ്ടൊരു വീഡിയോയിൽ 2 പേരിങ്ങനെ നടന്നു വന്ന് ഈ പാർക്കിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ആ വീഡിയോയിൽ ഈ ഫ്ലവർ നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. ഞാനോർത്ത് ഇത് കൊഴിയാറായി പോവായിരിക്കുന്നു. ബട്ട് ഇത് ഇങ്ങനത്തെ ടൈപ്പ് പൂവാണ്. കൊള്ളാം അല്ലേ, വെറൈറ്റി കൊള്ളാം അല്ലേ. കൊട്ടവെയിൽ ശരിയായിരുന്നു. നല്ല കൊട്ട വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട്. ഞാനിങ്ങനെ തിരിച്ച് വന്നതിന് ശേഷം ഈ പാർക്കിനെ കുറിച്ചൊക്കെ ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് കുറച്ച് പ്ലേസൊക്കെ ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. ഭംഗിയുള്ളൊരു ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു, ഒരു കോർണറൊക്കെ. അതൊക്കെ മിസ്സാക്കി. അതിന് ഒരു തവണ പോയെങ്കിൽ പിന്നെ നമുക്ക് പോകാമല്ലോ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അവിടെയൊക്കെ പോകാം. പിന്നെ കുറേ നല്ല നല്ല സൈറ്റ് സീയിങ് ഉണ്ടായിരുന്നു. ഇതൊരു അപ്പച്ചനും അമ്മച്ചിയും അവരുടെ വയസ്സാം കാലം അവരിങ്ങനെ എൻജോയ് ചെയ്യുന്നത് കണ്ടോ. വീൽ ചെയറിലാണ് വന്നത്. എന്നാലും അതൊക്കെ കണ്ടപ്പോൾ ഒരു സമാധാനം. നമ്മളൊക്കെ ഇങ്ങനെ നമ്മുടെ സമയം വെറുതെ കളയല്ലേ. അവർ ലൈഫിൻ്റെ ആ ഒരു പോയിൻ്റ് പോലെ എൻജോയ് ചെയ്യുന്നത് കാണുമ്പം അതൊക്കെയാണ് ലൈഫ് എന്നൊരു തോന്നൽ. നാട്ടിലൊക്കെ കിളികളെ നമ്മളെ കണ്ടാൽ ഓടും. ഇതുങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരിക. ഇവരൊക്കെ ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ബേർഡ്സാണ് ആക്ച്വലി. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ നടന്നു. പിന്നെ ഞാൻ ഈ പാർക്കിനെ കുറിച്ച് നോക്കിയപ്പോൾ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരുപാട് ഓക്ക് മരങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് കണ്ടു. കുറേ ഡിഫറെൻറ്റ് മരങ്ങളുണ്ട്. ഇത് UK വൺ ഓഫ് ദ നാഷണൽ നേച്ചർ റിസർവ് സെൻറ്റർ കൂടിയാണ് റിച്ച്മണ്ട് പാർക്ക്. ഇവിടുത്തെ റോയൽ അണ്ടറിൽ വരുന്ന 8 പാർക്കുകളിൽ ഒന്നുകൂടിയാണ്. വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പാർക്കുമാണ്. ലാർജ് വെറൈറ്റീസ് ഓഫ് ഫിഷ്, ബേർഡ്സ് ആൻഡ് 2-3 വെറൈറ്റീസ് ഓഫ് മാനുകളും ഇവിടെ ഉണ്ട്. സ്കൂൾ വിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോവാം. പാവങ്ങൾ വരിയായിട്ട്. മുന്നിൽ പോണത് ടീച്ചർ, കുട്ടി ടീച്ചർ.
ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചെടികളും മരങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഡെയിലി പഠന വിധേയമാകുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇത് ഏതൊരു പാർക്കിൽ പോയാലും കാണുന്ന ഗൂസും സ്വാനും ഒക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ അസംബ്ലി ചേർന്ന് റാലിയായിട്ട് പോകുന്നതൊക്കെ കാണാനൊരു കൗതുകമായിരുന്നു. ഞാനപ്പോൾ ലൈവ് കമൻട്രി ഒക്കെ പറഞ്ഞാണ് നടന്നത്. അങ്ങനെ നടന്ന് പോയപ്പോൾ ഒരു ആൾക്കൂട്ടം കണ്ടു. അങ്ങോട്ട് വെച്ച് പിടിച്ചപ്പോൾ ദാണ്ട പോണു മാൻ. ഇതുണ്ടല്ലോ ഒരു 50 മീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യണം എന്നാണ്. പക്ഷേ എല്ലാവരും ഭയങ്കര ക്ലോസ് ആയിട്ട് പോയി. ഇതുങ്ങൾക്കൊന്നും നമ്മളെ കണ്ടിട്ട് തെല്ലും പേടിയില്ല. അവർ നമുക്ക് നല്ല പോസൊക്കെ തന്ന് തൊട്ടടുത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫീഡൊന്നും ചെയ്യരുതെന്ന് പ്രത്യേകം ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. പിന്നെ ഈ പാർക്ക് ഫ്രീ ആണ് കേട്ടോ, അതിൽ എൻട്രി ഫീയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും വേണമെങ്കിലും വന്ന് പോകാം. അവരുടെ ഗൈഡ് ലൈൻസൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ട് പോവുക, തൊടുക, പിടിക്കുക, അതിനൊന്നും ശ്രമിക്കാതിരിക്കുക. ബിക്കോസ് ഒരു ആനിമലാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലല്ല അവർ ചിന്തിക്കണേ. അവർക്ക് ചിലപ്പോൾ പ്രവോക്ഡ് ആവാം, വന്ന് നമുക്കിട്ട് നല്ല കുത്തു തരാം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചും കണ്ടൊക്കെ നിൽക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഒത്തിരി അടുത്തോട്ട് പോകാതെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് നിന്നത്. പക്ഷെ രസമുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഭയങ്കര കൗതുകമായിട്ട് അതിൻ്റെ പുറയിലൊക്കെ പോയി തൊട്ടടുത്തൊക്കെ പോയി ഇരിക്കുന്നത് കണ്ടില്ലേ. എനിക്ക് അത്രയ്ക്ക് ധൈര്യമില്ല കേട്ടോ, കാരണം ഇത് ഭയങ്കര വലുതാണ്. പശുവിനെക്കാട്ടിലും വലിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിടി കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അത്ര റിസ്ക് എടുക്കാൻ ഞാൻ നിന്നില്ല. എന്നിട്ട് അതിന് ശേഷം ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചപ്പോൾ ബെസ്റ്റ് എക്സിറ്റ് കാണിച്ചു തന്നൊരു കാടിൻ്റെ അകത്തൂടെയാണ്. വെച്ചങ്ങ് നടന്നു. എന്നെക്കാളും വലിയ പൊക്കമുള്ള മരങ്ങളായിരുന്നു. ആ മരങ്ങളൊക്കെ കണ്ട് അങ്ങ് നടന്നു. ചെറിയായിട്ട് ചൊറിയുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു രസമല്ലേ. ഇതൊരു എന്താ പറയുക, ഒരു ട്രക്ക് പോണൊക്കെയായിരുന്നു കേട്ടോ. ഞാൻ കുറേ എൻജോയ് ചെയ്താണ് നടന്നത്. എന്നും ചെയ്യുന്ന കാര്യമല്ലല്ലോ. ഇടയ്ക്കൊക്കെ നമ്മുടെ ഈ ഓട്ടത്തിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഫുൾ സ്റ്റോപ്പും ഇങ്ങനെ കുറച്ച് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വാക്കും ഒക്കെ നല്ലൊരു റിഫ്രഷിങ് ആണ്. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. കുറേ രസമുണ്ടായിരുന്നു നടക്കാൻ. ഈ വലിയ കാടിൻ്റെ ഇടയ്ക്കൊക്കെ ഇവിടെ പാമ്പില്ലാത്തതാണ് ഏറ്റവും വലിയൊരു ധൈര്യം. അതുകൊണ്ട് നമുക്കിതിൻ്റെ ഇടയ്ക്കൊക്കെ പോകാം. പാമ്പില്ലല്ലോ എന്നുള്ളൊരു ധൈര്യത്തിൽ അങ്ങ് പോകാം. അതല്ലാതെ ഈ മാനുകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഈ ഒരു പാത്ത് വേ കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ മാനുണ്ടായിരുന്നു. ഒരു പൊന്തക്കാട് പോലൊരു സംഭവത്തിൻ്റെ ഇടയ്ക്ക് മാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ മാനും കാണാം. അപ്പം അതൊക്കെ ഒരു രസമാണ്. ഞാനൊക്കെ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചാണ് നടന്നത്. നല്ല ഹൈറ്റിലാണ് ഈ ചെടിയൊക്കെ വളർന്ന് നിൽക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. UK-യിലുള്ളവർ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും പോയി ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. നല്ലതായിട്ട് റിലാക്സ് ചെയ്യാൻ എടിപിടിയൊന്നും പോകാതെ ഒന്ന് ചിൽ മോഡിലൊന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രസമുള്ള കുറച്ച് കാഴ്ചകളും നല്ല കുറേ കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് മനസ്സിങ്ങനെ റിലാക്സ് ആയിട്ട് നടക്കാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിച്ചപ്പോഴേക്കും ദാണ്ട് വരുന്നു സർപ്രൈസിംഗ്ലി കുതിരയും ഒരു കുതിരവണ്ടി. അപ്പം ഞാൻ അതൊക്കെ നോക്കി. പിന്നെ ഇവരുടെയൊക്കെ മുഖത്തേക്ക് നേരെ നോക്കി വീഡിയോ എടുക്കാൻ എനിക്കിഷ്ടമല്ല. അവരെ ഡിസ്കംഫർട്ട് ആക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ മാറ്റിയിട്ട് ഒരു വിധത്തിലാക്കിയാണ് എടുത്തത്. ബിക്കോസ് അവിടെ ഇരുന്നവർ നോക്കുന്നുണ്ടായിരുന്നു. അവരുടെ പ്രൈവസി നമ്മൾ മാറ്റർ ചെയ്യണമല്ലോ. അങ്ങനെ എന്തായാലും വളരെ നല്ലൊരു ദിവസം എനിക്ക് സമ്മാനിച്ചു റിച്ച്മണ്ട് പാർക്ക്. ഇനിയും തിരിച്ച് വരും ഒരിക്കൽ കൂടി.